2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. ആ തിരിച്ചടി ഈ ശബരിമല യുവതീ പ്രവേശനത്തിനെടുത്തിരിക്കുന്ന വേഗം, അതിലെടുത്ത നടപടികൾ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് CPM എത്തുകയാണ്. ആ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. അവിടേക്ക് ആരൊക്കെയാണ് എത്തുന്നത്? വിശ്വാസികളായ യുവതികളാണോ അവിടേക്ക് എത്തിയത്? വിശ്വാസം, എനിക്ക് അയ്യപ്പനെ കാണണം എന്ന വല്ലാത്ത പ്രാർത്ഥനയോടുകൂടി എത്തിയ സ്ത്രീകളാണോ അവിടേക്ക് എത്തിയത് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. ഇനി അതല്ല, ഒരു പുരോഗമനപരമായ കാര്യം നടപ്പാക്കണമെങ്കിൽ അതിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിലല്ല നിൽക്കേണ്ടത്. അതൊരു വിപ്ലവമാണ്. ആ വിപ്ലവം എന്ന രൂപത്തിലാണോ എത്തിയത് എന്നൊരു ചോദ്യം ഇവിടെ നിൽക്കുന്നു. അവിടേക്ക് വന്നവരെ, അവിടേക്ക് എത്തിച്ചവരെ ഒക്കെ അവരുടെയൊക്കെ നിലപാട് എന്തായിരുന്നു? അവരവിടെ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നു. ഇനി അത് പോട്ടെ, ഒരു പുരോഗമന ആശയവുമായി ബന്ധപ്പെട്ടാണ് ബിന്ദു അമ്മിണി എന്ന ഒരു ദളിത് യുവതി അങ്ങോട്ട് എത്തുന്നത്. അവർ എങ്ങനെയാണ് കേരളത്തിൽ പിന്നെ അവർ ജീവിച്ചത് എന്നുള്ളൊരു വിഷയമാണ്. അവർക്ക് ജീവിക്കാൻ സാധിച്ചോ? അവരെ ഇവിടെ കല്ലെറിഞ്ഞോടിക്കുന്ന സാഹചര്യം ഇവിടെ കാണുകയാണ്. എന്തൊരു അവസ്ഥയാണ്! അപ്പോൾ സർക്കാരിനെ വിശ്വസിച്ച്, കോടതിയെ വിശ്വസിച്ച് ശബരിമലയിലേക്ക് പോയത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണോ അല്ലയോ എന്നുള്ള വേറെ വിഷയം. അവർക്ക് അതിലൊരു നിലപാടുണ്ടായിരുന്നു. അതിൽ സ്ത്രീകളുടെ തുല്യത എന്ന നിലപാടാണ്. ആ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരവിടേക്ക് വരുമ്പോൾ അതിനുശേഷം അവരനുഭവിച്ച കാര്യം, ഇവിടെ കല്ലെറിഞ്ഞോടിക്കുന്ന ആൾക്കൂട്ടത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരിപ്പോൾ കേരളം വിട്ടിരിക്കുന്നു, അല്ലേ? കേരളം വിട്ട് അവർക്ക് കേരളത്തിൽ വരാത്ത രൂപത്തിൽ അവർ ഡൽഹിയിൽ ജീവിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവരും പല രൂപത്തിൽ എങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിത സാഹചര്യം മാറിയത് നമ്മൾ പല ഘട്ടങ്ങളായി വായിച്ചിട്ടുണ്ട്.